നമസ്കാരം. വീണയ്ക്കും വിജയനും ജയിലൊരുങ്ങി. അച്ഛനും മകളും ജയിലിലേക്ക്. മാസപ്പടിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു. പിണറായി വിജയനിൽ നിന്നും മൊഴിയെടുക്കാൻ പോകുന്നു. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതിയിലും CMRL ഓഫീസിലും ശശിധരൻ കർത്തായുടെ വീട്ടിലുമൊക്കെ അന്തം വിട്ട പരിശോധന. മാസപ്പടി പട്ടികയിലെ ആ PV പിണറായി വിജയൻ തന്നെയാകുമ്പോൾ വീണയ്ക്കും വിജയനും ജയിലൊരുങ്ങുകയാണ്. അവസാനം അച്ഛനും മകളും ജയിലിലേക്ക്. CMRൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പട്ടികയിലെ PV എന്ന ചുരുക്കപ്പേര് തൻ്റെതായിരിക്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വാർത്താ സമ്മേളനത്തൊക്കെ പിണറായി വിജയൻ പ്രതിരോധം കൊണ്ട് തീർത്തത് ആരോപണത്തെ നമ്മൾ കേട്ടതാണ്. കേരളം കുറേയേറെ ചർച്ച ചെയ്തതുമാണ്. ഈ നാട്ടിൽ എത്രയോ PVമാരുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തനിക്കും മകൾക്കുമെതിരെ ഉയർന്ന മാസപ്പടി ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും ഇത് സംബന്ധിച്ച ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപിക്കുകയും ചെയ്തത് നമ്മൾ മറന്നു? ഇല്ല, മറന്നിട്ടില്ല. അത് BJP സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ എഴുതി ചേർത്തതാണ് എന്നും CMRൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിയെന്ന് ഞാനോ അവരോ പറഞ്ഞിട്ടില്ല എന്നുമായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ തന്നെ പിണറായി വിജയന്റെ വീട്ടിൽ ED എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയും കേസിൽ ഹൈക്കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തതോടെയാണ് ED ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മകൾ വീണ വിജയനിൽ തുടങ്ങുന്ന അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്കും നീളുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാവിലെ തുടങ്ങിയ റെയ്ഡ് പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ വീടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത് എന്നുള്ളതാണ്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡിൽ വീണയെ ചോദ്യം ചെയ്യും. പിണറായി വിജയനെയും ചോദ്യം ചെയ്യും. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെ ഉള്ളവർ ഈ റെയ്ഡ് നടക്കുന്ന വസതികളിൽ ഉണ്ട്. റിയാസിന്റെ കോഴിക്കോട്ട് കോട്ടുളിയിലെ വസതിയിലും റെയ്ഡ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ മുഹമ്മദ് റിയാസ് ഇല്ല. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസില് EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു. തള്ളുകയും ചെയ്തു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. CMRL ഓഫീസിലും ശശിധരൻ കർത്തായുടെ വീട്ടിലും ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. 12 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവിടെയാണ് ഇതൊക്കെ കോൺഗ്രസും സതീശനും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് എന്ന് ഇവിടുത്തെ അന്തംഗമ്മി സഖാക്കൾ പുറത്തുവിടുന്നത്. നേതാക്കളായിരിക്കാൻ ഒരല്പം കൂടിയൊക്കെ മര്യാദ കാണിക്കേണ്ടതാണ്, മാന്യത കാണിക്കേണ്ടതാണ്. ജാള്യതയില്ലാതെ തോൽവിയിൽ പോലും ഇത്തരത്തിലുള്ള ക്യാപ്സൂളുകൾ ജനങ്ങൾക്കിടയിലേക്ക് എടുത്തു കൊടുത്താൽ അവർ മുൻപത്തെ പോലെ അത് വിഴുങ്ങി നിങ്ങൾ പറയുന്നത് എന്തും കേട്ട് അനുസരിച്ച് നിൽക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി സഖാക്കളെ, നിങ്ങൾക്ക് തെറ്റി. ഇവിടെ കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ചുള്ള CMRലിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായിട്ടുള്ള എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL വലിയ തുക നിയമവിരുദ്ധമായിട്ട് നൽകി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഈ CMRL എക്സാലോജിക് കരാറിൽ EDയുടെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അപ്പോൾ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നത്, EDയുടെ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന EDയുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലായിരുന്നു കമ്പനിക്ക് മാസപ്പടി നൽകിയത് എന്നുള്ള കേസിലാണ് EDയുടെ അന്വേഷണം അവർക്കെതിരെ നടക്കുന്നത്. CMRൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് സേവനം നൽകാതെ 1,72,00,000 രൂപ കൈപ്പറ്റിയെന്ന ആക്ഷേപമാണ് ED ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് EDയുടെ വാദം എന്ന് പറയുന്നത്. ഇവിടെ CMRൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിരുന്നു. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒക്കെ ഒരുപോലെ വെട്ടിലാക്കി. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇന്ററിം സെറ്റിൽമെന്റിന്റെ കണ്ടെത്തൽ ഉണ്ടായിരുന്നു. CMRലും വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കും 2 കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായിട്ട് സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ അടക്കമാണ് പുറത്തു വന്നത്. കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് CMRL എക്സാലോജിക്കിന് പണം നൽകിയത് എന്നായിരുന്നു CPM ന്യായീകരിച്ചു കൊണ്ടിരുന്നത്. അന്നത്തെ ക്യാപ്സൂൾ അതായിരുന്നു.
കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ്. ഇതിൽ തട്ടിപ്പുകളില്ല എന്ന് പറയപ്പെടുന്നു. അതായത് CMRL എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയേ അല്ല, അവരുടെ ഭാഗം കേട്ടിട്ട് പോലുമില്ല. ഇനി സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ അഴിമതിയുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന നിലപാട് അന്വേഷണ ഏജൻസികളും എത്തി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടുകൂടി ആവണം എന്നുള്ളത് എവിടെയാണ്? അത് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള മിനിറ്റ്സ് ഉണ്ടാവണം. എക്സാലോജിക്കുമായിട്ടുണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് KMMLന്റെ ഡയറക്ടർ ബോർഡ് ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ അല്ലെങ്കിൽ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല. സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അപ്പൊ പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ CMRL എക്സാലോജിക്കിന് നൽകിയ പണത്തിന് GST അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയിട്ടുള്ളത്. ഇതൊക്കെയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കൈമാറ്റം നടന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടും പിന്നെയും അതിനകത്ത് അഴിമതിയില്ല എന്ന് എങ്ങനെ പറയും? 1.72 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ എക്സാലോജിക്കിന് നൽകിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. CMRL വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതായിട്ടും അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ CMRLുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് പണം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ 1.72 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിന്റെ പേരിൽ എക്സാലോജിക്കിന് നൽകിയത് എന്തിന്? സേവനം നൽകിയിട്ടില്ലെങ്കിൽ എന്തിന് പണം നൽകി? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെയാണ് ഈ കള്ളപ്പണ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതിനകത്ത് ED ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് തള്ളിയ സാഹചര്യത്തിൽ പിന്നെ EDക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ, സ്വാഭാവികമാണല്ലോ. ആ EDയുടെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് 12ഓളം ഇടങ്ങളിൽ ഈ പറയുന്ന EDയുടെ റെയ്ഡ് നടക്കുന്നത്. ആ EDയുടെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ CPMകാരെല്ലാവരും കൂടി ഇങ്ങനെ റോഡിലിറങ്ങി ജനത്തിനെ പെരുവഴിയിലാക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുക. അച്ഛനും മകളും തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ അന്വേഷണം അവസാനിപ്പിക്കുക. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീണയ്ക്കും വിജയനും ജയിലൊരുങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അച്ഛനും മകളും ഒരുമിച്ച് ജയിലിലേക്ക് പോവുകയും ചെയ്യും.